2024 നടന്ന LDC തിരുവനന്തപുരത്തിൻ്റെ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഓക്കെ, ആദ്യത്തെ ഏതാണ്? ചാന്നാർ ലഹളയാണ്. ചാന്നാർ ലഹള, മലബാർ കലാപം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ചാന്നാർ ലഹള, പിന്നെ അത് കഴിഞ്ഞിട്ട് ഏതാണ്? മലബാർ കലാപം, പിന്നെ വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഇതാണ് ഓർഡർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ഇത് ശരിയാണോ? ശരിയാണ്. ഏതാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അടുത്ത്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. അത് തെറ്റാണ്. അടുത്ത ശരിയായിട്ടുള്ളത് ഏതാണ്? 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. എന്താണ്? 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. അത് ശരിയാണ്. അടുത്തത് ഏതാണ്? രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ചു നടന്നു. അപ്പോൾ 3 സ്റ്റേറ്റ്മെൻറ്റാണ് ഇത് ശരിയായിട്ടുള്ളത്. ഏതൊക്കെയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി, അതായത് നാറ്റോ, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധമില്ലാത്തത് ഏത്? എന്താണ് ബന്ധമില്ലാത്തത് ഏത്? ഓക്കെ, ബന്ധമില്ലാത്തത് ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണെന്നുള്ളത് തെറ്റാണ്. അടുത്തത് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. ഇത് തെറ്റാണ്. നമുക്ക് ബന്ധമുള്ളത് രണ്ടും നോക്കാം. എന്താണ്? 1949-ലാണ് നാറ്റോ സ്ഥാപിതമായത്. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നാറ്റോ രൂപീകൃതമായ വർഷം എന്നാണ്? 1949-ലാണ്. എന്നാണ്? 1949-ലാണ്. ഓക്കെ, അടുത്ത ഏതാണ്? അടുത്ത കറക്റ്റ് പോയിന്റ് ഏതാണ് വരുന്നത്? മൂന്നാമത്തെയാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം ഏതാണ്? സ്വീഡനാണ്. അപ്പോൾ 1949-ലാണ് നാറ്റോ സ്ഥാപിതമായത്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോവാം. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ 3 സ്പിരിറ്റ് ഓഫ് ലോ മാത്രം, അത് വോൾട്ടയർ എഴുതിക്കുന്നത് തെറ്റാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് നമുക്ക് പഠിക്കാം. റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. എന്താണ് ശരിയായിട്ടുള്ളത്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. അടുത്തത് ഏതാണ്? ഏപ്രിൽ തീസസ് ആരാണ്? VI ലെനിൻ. ഏപ്രിൽ തീസസ് ആരാണ്? VI ലെനിൻ. ലോങ് മാർച്ച് മാവോ സേത്തുങ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് പഠിച്ചു വയ്ക്കുക. തെറ്റായിട്ടുള്ളതാണ് സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ. അപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. എന്താണ്? റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. ഏപ്രിൽ തീസിസ് VI ലെനിൻ. സ്പിരിറ്റ് ഓഫ് ലോ, വോൾട്ടയർ. തെറ്റാണത്. ലോങ് മാർച്ച് മാവോ സേത്തുങ്. ഓക്കെ, ലോങ് മാർച്ച് മാവോ സേത്തുങ്, ഏപ്രിൽ തീസിസ് VI ലെനിൻ, റോബസ്പിയർ ജാക്കോബിൻ ക്ലബ്ബ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം.
താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഖാൻ അബ്ദുൾ ഖാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇതിലെല്ലാ പ്രസ്താവനയും ശരിയാണ്, അപ്പോൾ അതെല്ലാം പഠിക്കുക. ഓക്കെ, ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ അറിയപ്പെടുന്ന പേരാണ് അതിർത്തി ഗാന്ധി. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. എന്താണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ് അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അദ്ദേഹം ജനിച്ചതെന്നാണ് 1988 ജനുവരി 20 ജനിച്ചതല്ല, അന്തരിച്ചത് 1988 ജനുവരി 20 അദ്ദേഹം എന്ത് ചെയ്തു? അന്തരിച്ചു. എന്നാണ് അന്തരിക്കുന്നത്? 1988 ജനുവരി 20 അന്തരിച്ചു. ഓക്കെ, 1987 ഭാരതരത്നം ലഭിച്ചു. 1987 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിച്ചു. അടുത്തത് ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിച്ചത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ആദ്യത്തെ പോയിന്റ് ഒന്നുകൂടെ നോക്കുക. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അദ്ദേഹം അന്തരിക്കുന്നു. 1987 രാജ്യം ഭാരതരത്നം നൽകി ആദരിക്കുന്നു. ഖുദായ് ഖിദ്മത് ഖാർ എന്ന സംഘടന രൂപീകരിക്കുന്നത് ഖാൻ അബ്ദുൾ ഖാഫർ ഖാനാണ്. ഓക്കെ, അടുത്ത സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? എന്തുമായിട്ട് ബന്ധപ്പെട്ട? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏത്? ഓക്കെ, ഇത് രൂപീകരിച്ചത് 1953. അത് ശരിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1953. എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്? 1953. ഓക്കെ, അടുത്ത് ഫസൽ അലി, എച്ച്.എൻ. ഖുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ആരൊക്കെയാണ്? ഫസൽ അലി, എച്ച്.എൻ. ഖുൻസ്രു എന്നിവർ ഇതിലെന്തായിരുന്നു? അംഗങ്ങൾ ആയിരുന്നു. ആരൊക്കെയായിരുന്നു ഇതിൽ അംഗങ്ങൾ? ഫസൽ അലി, എച്ച്.എൻ. ഖുൻസ്രു എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. അപ്പോൾ എന്നാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചത്? 1953. ആരായിരുന്നു ഇതിലെ അംഗങ്ങൾ? ഫസൽ അലി, എച്ച്.എൻ. ഖുൻസ്രു എന്നിവർ ഇതിലെ അംഗങ്ങളായിരുന്നു. അടുത്ത് ഈ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരം ആദ്യമായി രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ശരിയാണ്. ഏതാണ്? ഏത് സംസ്ഥാനമാണ് ആദ്യമായിട്ട് രൂപീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ? ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിൻ്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഏതാണ്? തെറ്റായ പ്രസ്താവനയാണ്. ഓക്കെ, നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ N2O ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ ഇതിൽ തെറ്റെന്ന് പറയുന്നത് 1, 3 ഓക്കെ, അപ്പോൾ അതിൽ ശരിയായിട്ടുള്ളത് നോക്കാം. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. എന്താണ്? നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ N2O ഒരു ഹരിതഗൃഹവാതകമാണ്. അടുത്തത് അളകനന്ദ, ഭാഗീരഥി നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഏതൊക്കെ? അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. അപ്പോൾ നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. അളകനന്ദ, ഭാഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഓക്കെ, അത് താഴെ പറയുന്നതിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹമാണ് അഗുൾഹാസ് പ്രവാഹം. ഏത് പ്രവാഹമാണ്? അഗുൾഹാസ് പ്രവാഹം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതാണ്? അഗുൾഹാസ് പ്രവാഹം. ഏതാണ്? അഗുൾഹാസ് പ്രവാഹം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, ശരിയായത് മാത്രം വായിക്കാം.
ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ എന്താണ് മുന്നിലാണ്. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. അടുത്തത്, സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? 5.5 മണിക്കൂർ മുന്നിലാണ്. സത്ലജ് ഏത് നദിയുടെ പോഷക നദിയാണ്? സിന്ധു നദിയുടെ പോഷക നദിയാണ്. ഓക്കെ. അടുത്തത്, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ ഏതാണ്? ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്ത് പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ. ഓക്കെ. ഇനി കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്താണ്? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടുകിടക്കുന്ന ദേശീയ ജലപാത ഏത്? NW3. NW3 ഏത് മുതൽ ഏത് വരെ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. NW3 ഏത് മുതൽ ഏത് വരെ? കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ. ഓക്കെ. അടുത്ത, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ. ഏത് രാജ്യമാണ്? സൗദി അറേബ്യ. 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. സൗദി അറേബ്യയിൽ വെച്ചായിരുന്നു 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾ നടന്നത്. എവിടെ വെച്ചിട്ടാണ്? സൗദി അറേബ്യ. ഓക്കെ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ഓക്കെ. ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത് 1 ശരിയാണ്. ഓക്കെ. അടുത്ത് ശരിയാകുന്നത് ഏതാണ്? 2 ശരിയാണ്. പിന്നെ ഏത് ശരിയാണ്? 3 ശരിയാണ്. അപ്പോൾ ശരിയല്ലാത്തത് 4 മാത്രമാണ്. ഓക്കെ. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഇത് ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. എന്താണ്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപ്പാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. അടുത്തത്, ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഹരിത വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. അടുത്ത, ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. അപ്പോൾ ഇത് 3 ഏതുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. എന്തൊക്കെയാണ്? ഒന്നുകൂടെ പറഞ്ഞു തരാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷിക ഉൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, രാസകീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. ഓക്കെ. അടുത്ത ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയർ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2022-23 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം, അതായത് ഏറ്റവും കൂടുതൽ ഏത് ഉൽപ്പാദിപ്പിക്കുന്നു അത് കഴിഞ്ഞത്, അങ്ങനെ ഇവയെ എന്ത് ചെയ്യുക? സ്ഥാനക്രമത്തിലാക്കി പറയുക. ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്? നെല്ലാണ്. ഏതാണ്? നെല്ല്. 1-ാം സ്ഥാനം ഏതിനാണ്? നെല്ല്. 2 സ്ഥാനം ഏതാണ്? ഗോതമ്പ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് നെല്ല്. അത് കഴിഞ്ഞിട്ട് ഏതാണ്? ഗോതമ്പ്. അത് കഴിഞ്ഞ് ഏതാണ്? ചോളം. അത് കഴിഞ്ഞ് 4 എന്ന് പറയുന്നത് എന്താണ്? പയറുവർഗ്ഗങ്ങൾ. ഓക്കെ. 4 എന്താണ്? പയറുവർഗ്ഗങ്ങളാണ്. ഓക്കെ. അപ്പോൾ നെല്ല്, ഗോതമ്പ്, ചോളം, പയറുവർഗ്ഗങ്ങൾ. 2022-23 കണക്ക് പ്രകാരമാണ്. ഓക്കെ.
അടുത്ത 15ാമത്തെ ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ചുള്ള ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, പ്രസ്താവന 1. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. എന്താണ് പറയുന്നത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2ാമത്തെ പ്രസ്താവന, 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? 2 പ്രസ്താവനകൾ എന്താണ്? ശരിയാണ്. അതെന്താണ് പറയുന്നത്? നോക്കോളൂ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, നമ്മൾ RBIയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. എന്താണ്? RBIയുടെ ഒരു പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. അപ്പോൾ 2024 ഏപ്രിൽ RBIയുടെ ഒരു ഒരു സമിതി കൂടി, പണനയ സമിതി കൂടി. അപ്പോൾ അവിടെ തീരുമാനിച്ചതാണ് റിപ്പോ റേറ്റ് എത്രയായിട്ട് നിലനിർത്തണമെന്ന്? 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. 2024 ഏപ്രിൽ കൂടിയ സമിതി, RBIയുടെ സമിതി എന്ത് ചെയ്തു? റിപ്പോ റേറ്റ് 6.50% നിലനിർത്താനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തീരുമാനിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്ത, ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണന അനുസരിച്ച് ഇവയുടെ ശരിയായ ക്രമം ഏത്? ഓക്കെ, ആദ്യം ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഭൂപരിഷ്കരണം നടപ്പിലാക്കി. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, ഭൂപരിഷ്കരണം നടപ്പിലാക്കി, ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു. ഓക്കെ, ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, ഭൂപരിഷ്കരണം നടപ്പിലാക്കി, ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അടുത്തെന്താണ്? 500,000 നോട്ടുകളുടെ നിരോധനം. ഒന്നുകൂടെ ഓർത്തു പറയൂ. എന്താണ്? ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു, ഭൂപരിഷ്കരണം നടപ്പിലാക്കി, ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. അത് കഴിഞ്ഞ് 500,000 നോട്ടുകളുടെ നിരോധനം. ഓക്കെ, നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചു വായിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഓക്കെ, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന എന്താണ്? ഒന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2 പറയുന്നത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളിലൂടെ രാജ്യത്ത് നടപ്പിലാക്കി. ഓക്കെ, അപ്പോൾ ഈ 2 പ്രസ്താവനയും എന്താണ്? ശരിയാണ്. കൂടാതെ ഈ നമ്മൾ 2ാമത് പറയുന്ന പ്രസ്താവനയില്ലേ, അതായത് രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകുന്നതും ആ സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടുന്നതും ആയ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് 1ാമത്തെ പ്രസ്താവനയുടെ വിശദീകരണമാണ്. അതായത് എന്താണ്? സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് ഒരു പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമാണ്. അതിൻ്റെ ഒരു വിശദീകരണമാണ് ഈ താഴെ പറയുന്നത്. എന്താണ്? 12ാം പഞ്ചവത്സര പദ്ധതിയിലൂടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്കും അടിത്തറ പാകുന്നതിനും സാമ്പത്തിക വളർച്ചയുടെ വേഗത കൂട്ടുന്നതിനുള്ള ഒരുപാട് പദ്ധതികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നടപ്പിലാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യം സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. നോക്കൂ, അടൽ ഇന്നോവേഷൻ മിഷൻ. എന്താണ് പറഞ്ഞത്? അടൽ ഇന്നോവേഷൻ മിഷൻ. എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. എന്താണ്? സംരംഭകത്വം, നവീന ആശയ രൂപീകരണം എന്നിവ ത്വരിതപ്പെടുത്തുന്നു. ഓക്കെ, അടുത്തത്
അടുത്തത് മെഥനോൾ സമ്പദ്ഘടന. എന്താണ് പറഞ്ഞത്? മെഥനോൾ സമ്പദ്ഘടന. എണ്ണ ഇറക്കുമതി ബിൽ ചിലവ് കുറയ്ക്കുക. എന്താണ്? എണ്ണ ഇറക്കുമതി ബിൽ ചിലവ് കുറയ്ക്കുക. അടുത്തത് എന്താണ്? സഹകരണ ഫെഡറലിസം. എന്താണ് പറഞ്ഞത്? സഹകരണ ഫെഡറലിസം. ഏതാണ്? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്തത് ഏതാണ്? ശൂന്യ ക്യാമ്പയിൻ. എന്താണ്? ശൂന്യ ക്യാമ്പയിൻ. ശൂന്യ ക്യാമ്പയിൻ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഓക്കെ, ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. അപ്പോൾ ഒന്നുകൂടെ നോക്കുക. നീതി ആയോഗിൻ്റെ കീഴിലെ ചില സംരംഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അവയുടെ ലക്ഷ്യവും പറഞ്ഞിട്ടുണ്ട്. അതിന് കറക്റ്റ് എന്ത് ചെയ്യുക? മാച്ച് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ എന്താണ്? അടൽ ഇന്നോവേഷൻ മിഷൻ. അടൽ ഇന്നോവേഷൻ മിഷൻ ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? സംരംഭകത്വം, നവീനാശയ രൂപീകരണം എന്നിവ വേഗത്തിലാക്കുക. എന്തൊക്കെയാണ് അടൽ ഇന്നോവേഷൻ മിഷൻ്റെ ജോലി എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്താണ്? സംരംഭകത്വം, നവീന ആശയം എന്നിവ വേഗത്തിലാക്കുക. സംരംഭകത്വം, നവീനാശയം, ആശയരൂപീകരണം എന്നിവ വേഗത്തിലാക്കുക. ഓക്കെ. അടുത്ത് മെഥനോൾ സമ്പദ്ഘടന. എന്താണ്? എണ്ണ ഇറക്കുമതി ബിൽ അല്ലെങ്കിൽ ചിലവ് കുറയ്ക്കുക. എന്താണ്? എണ്ണ ഇറക്കുമതി ചിലവ് കുറയ്ക്കുക. അടുത്തത് സഹകരണ ഫെഡറലിസം. സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. എന്താണ് സഹകരണ ഫെഡറലിസം? സംസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടുത്തത് ശൂന്യ ക്യാമ്പയിൻ. എന്താണ്? ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണം കുറയ്ക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് വായു മലിനീകരണങ്ങൾ കുറയ്ക്കുക. ഓക്കെ. അടുത്തത് 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അപ്പോൾ ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം എന്നാണ്? 1991. ഇന്ത്യയിൽ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയ വർഷം 1991. ഇതിലെന്താണ് പറയുന്നത്? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. എന്താണ് പറഞ്ഞത്? ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. എന്താണ് ശരിയായിട്ടുള്ളത്? ഇന്ത്യയുടെ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ ഉദാരവൽക്കരിച്ച് ആഗോള കമ്പോളവുമായി സംയോജിപ്പിക്കുക. അടുത്തേതാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. എന്താണ് പറയുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ എന്ത് ചെയ്യുക? സ്വകാര്യവൽക്കരിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക. ഓക്കെ. അടുത്ത ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓക്കെ, നോക്കൂ. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇന്ത്യയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെക്കുറിച്ചുള്ള ശരിയായ വസ്തുതയാണേ. അപ്പോൾ ഒന്നാമത്തത് ഏതാണ്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. അത് ശരിയാണ്. എന്താണ് പറഞ്ഞത്? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ. ശരിയാണ്. അടുത്തെന്താണ്? 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. എന്താണ് പറഞ്ഞത്? 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു ഇതിൻ്റെ അധ്യക്ഷൻ. ഓക്കെ. സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ഓക്കെ, അനുയോജ്യമായ വസ്തുത ഏതാണ്? ഓക്കെ. ഒന്നാമത്, സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു.
അപ്പോൾ എന്താണ് പറയുന്നത് വകുപ്പ് 326 സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. എന്താണ് പറഞ്ഞത്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത് എന്ന് ഏത് വകുപ്പിൽ പറയുന്നു? വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. ഓക്കെ, അടുത്ത് 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ചു. എന്താണ് പറഞ്ഞത്? 1989 61 ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. അപ്പോൾ എന്തൊക്കെയാണ് രണ്ട് പ്രസ്താവന ശരിയായിട്ടുള്ളത്? സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോകസഭയിലും ലോകസഭയിലും നിയമസഭയിലും തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടത്. ഇതേത് വകുപ്പിലാണ് പറയുന്നത്? വകുപ്പ് 326. ഇനി വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച വർഷം ഏത്? 1989. ഏത് ഭേദഗതിയിലൂടെ? 61 ഭേദഗതിയിലൂടെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? 1989 61 ഭേദഗതിയിലൂടെ എന്ത് പറഞ്ഞു? വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. ഓക്കെ, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? നോക്കൂ, സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിൻ്റെ പരിഗണനയ്ക്കു വിടണം. ഇത് ശരിയാണ്. എന്താണ് പറഞ്ഞത്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഏതിൻ്റെ അംഗീകാരം കൂടെ വേണം? രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. എന്താണ് പറഞ്ഞത്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭാംഗങ്ങളുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. ഓക്കെ, അടുത്ത് സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് ആരുടെ അധികാരം വേണം? രാജ്യസഭയുടെ അധികാരം വേണം. ഓക്കെ, അപ്പോൾ രണ്ടാമത് എന്താണ് പറഞ്ഞത്? സംസ്ഥാന പട്ടികയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ. ഈ വിഷയങ്ങളെ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് അതിനെ യൂണിയൻ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ ഒക്കെ മാറ്റണമെങ്കിൽ അത് ആര് അംഗീകാരം കൊടുക്കണം? രാജ്യസഭ. അപ്പോൾ ഒന്ന് എന്താണ് പറഞ്ഞത്? സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിന് വിടണം. അതുപോലെ തന്നെ സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറൻറ്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ അതിന് ആരുടെ അംഗീകാരം വേണം? രാജ്യസഭയുടെ അംഗീകാരം വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി 22 ക്വസ്റ്റ്യൻസാണ് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.